അടുത്ത മാസം മുതൽ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 100% അധിക തീരുവ പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചില സോഫ്റ്റ്വെയറുകൾക്ക് കയറ്റുമതി നിയന്ത്രണം ഏർപ്പെടുത്തും. നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച റദ്ദാക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തി. കൂടിക്കാഴ്ച റദ്ദാക്കിയിട്ടില്ലെന്നും എന്നാൽ അത് നടക്കുമോ എന്ന് തനിക്കറിയില്ലെന്നും പിന്നീട് ട്രംപ് നിലപാടെടുത്തു. ട്രംപ് ഈ വർഷം ആദ്യം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് വർദ്ധിപ്പിച്ചതോടെ ചൈന കയറ്റുമതി നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. കാറുകൾ, സ്മാർട്ട് ഫോണുകൾ, മറ്റു പല ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന അപൂർവ ലോഹങ്ങളുടെയും മറ്റു ചില പ്രധാന വസ്തുക്കളുടെയും ഉൽപാദനത്തിൽ ചൈനയ്ക്കാണ് ആധിപത്യം. ഈ വസ്തുക്കളെ ആശ്രയിക്കുന്ന പല US കമ്പനികളും ഇതോടെ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തി. വാഹന നിർമ്മാതാക്കളായ ഫോർഡിന് താൽക്കാലികമായി ഉൽപ്പന്നം നിർത്തിവെക്കേണ്ട ഗതി വന്നു. ചൈനയുടെ നടപടിയെയും ട്രംപ് ശക്തമായി എതിർത്തു. ചൈന വളരെ ശത്രുതാപരമായി മാറുന്നുവെന്നും ലോകത്തെ തടവിലാക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. പിന്നാലെയാണ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്ന് പിന്മാറുമെന്ന് പറഞ്ഞത്. പിന്നീട് അത് തിരുത്തി നടക്കുമോ എന്ന് തനിക്കറിയില്ലെന്നും പറഞ്ഞു. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നിലവിൽ 30% US തീരുവയുണ്ട്. ചൈനയുടെ മറുപടി തീരുവ നിലവിൽ 10%. ടിക്ടോക്ക്, കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങൽ, അപൂർവ ലോഹങ്ങളുടെയും അർദ്ധചാലകങ്ങൾ പോലുള്ള നൂതന സാങ്കേതിക വിദ്യയുടെയും വ്യാപാരം തുടങ്ങിയവ വിഷയങ്ങളിൽ ഉദ്യോഗസ്ഥർ നിരവധി ചർച്ചകൾ നടത്തിയിരുന്നു. ഈ മാസം ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വീണ്ടും ചർച്ചകൾ നടത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്.